Hi, all welcome back to another video. Actually, this video ഒരു full exam instruction video ആണ്. Actually, നമ്മൾ എക്സാമിനോട് തൊട്ടടുത്താണ്. സോ ഒരു വീക്ക് ആഫ്റ്റർ നമുക്ക് എക്സാമിനേഷനിലേക്കാണ് പോകുന്നത്. ആൻഡ് ബിഫോർ ദാറ്റ് വേണ്ട എല്ലാ എക്സാം ഇൻസ്ട്രക്ഷൻസും വളരെ ചെറിയ ടൈം പീരീഡിൽ തന്നെ എന്ത് ചെയ്യാം ഈ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കാം. സോ വിത്തൗട്ട് ഫർദർ ഡിലേ ലെറ്റ്സ് മൂവ് ടു ദ വീഡിയോ. സോ ഹിയർ നമുക്ക് ഓൾറെഡി ഇൻസ്റ്റിറ്റ്യൂട്ട് വെബ്സൈറ്റിൽ നിന്നും അഡ്മിറ്റ് കാർഡ് നമുക്ക് എന്ത് ചെയ്യാം ഡൗൺലോഡ് ചെയ്യാം. സോ നമുക്ക് ജസ്റ്റ് ഐസിഎംഐയുടെ വെബ്സൈറ്റിൽ വന്നിട്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എന്ത് കിട്ടും, അഡ്മിറ്റ് കാർഡ് കിട്ടും. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് തരുന്ന സമയത്ത് നമുക്ക് അഡ്മിറ്റ് കാർഡ് എന്ത് ചെയ്യാം ഡൗൺലോഡ് ചെയ്യാം. ആൻഡ് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം മേക്ക് ഷുവർ നിങ്ങളുടെ പേര് അഡ്മിറ്റ് കാർഡിലുള്ളത് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ള ഗ്രൂപ്പ് 1 ആണോ, ഗ്രൂപ്പ് 2 ആണോ, ബോത്ത് ഗ്രൂപ്പ് ആണോ, അതേപോലെ തന്നെ നിങ്ങളുടെ എക്സാമിനേഷൻ സെന്റർ, ഇത്തരം കാര്യങ്ങളൊക്കെ ജസ്റ്റ് അതുപോലെ തന്നെ റോൾ നമ്പർ അതിൽ കൊടുത്തിട്ടുള്ള ഇങ്ങനത്തെ വിഷയങ്ങൾ എല്ലതും എന്ത് ചെയ്യാം ഒന്ന് റീചെക്ക് ചെയ്യാം. മാത്രമല്ല നിങ്ങളുടെ എക്സാം സെന്റർ നിങ്ങൾക്ക് ഇവിടെ എക്സാം സെന്റർ കിട്ടി കഴിഞ്ഞാൽ ആ എക്സാം സെന്റർ നിങ്ങൾ ഗൂഗിൾ ചിലപ്പോൾ നിങ്ങൾക്ക് വളരെ സുപരിചിതമായുള്ള സ്ഥലമായിരിക്കാം, ഓർ എല്ലാവർക്കും അങ്ങനെ പരിചയം ഉണ്ടാവുന്നില്ല, കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കാം, ചിലപ്പോൾ അടുത്തായിരിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിർബന്ധമായിട്ടും ഒന്ന് ജസ്റ്റ് ഗൂഗിൾ മാപ്പിൽ പോയിട്ട് നിങ്ങളുടെ ആ ഒരു കോളേജ് ആണെങ്കിൽ കോളേജ്, സ്കൂൾ ആണെങ്കിൽ സ്കൂൾ, അതിൻ്റെ എന്ത് ചെയ്യാം ആ ഒരു ID ജസ്റ്റ് ഒന്ന് അവിടെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ നിന്നും അങ്ങോട്ടേക്കുള്ള ട്രാവൽ ഡിസ്റ്റൻസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കിട്ടും. അതുവഴി നിങ്ങൾക്ക് സിമ്പിളായിട്ട് പ്ലാൻ ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് എപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങണം, അതുപോലെ എത്ര ടൈം എടുത്ത് അവിടെ റീച്ച് ചെയ്യാൻ പറ്റും, അങ്ങനത്തെ എല്ലാ വിഷയങ്ങളും. കാരണം ചില കുട്ടികൾക്ക് അൺഫോർച്ചുനേറ്റ്ലി കുറച്ച് അധികം ദൂരമുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ എന്താ പറയുക സെൻറ്റേഴ്സ് കിട്ടാറുണ്ട്. അപ്പോൾ കുട്ടികൾ ലാസ്റ്റ് ഡേ ഒക്കെ അത് മനസ്സിലാക്കുന്ന സമയത്ത് ഒരു സ്ട്രഗിൾ വരാറുണ്ട്. സോ ബി പ്ലാൻഡ്, നിങ്ങൾക്കത് കണ്ടറിഞ്ഞ് പ്ലാൻ ചെയ്യാൻ പറ്റും. ഇപ്പം നിങ്ങൾക്ക് വളരെ ഡിസ്റ്റൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് പ്ലാൻ ചെയ്തിട്ട് ഇറങ്ങണം, അതല്ലെങ്കിൽ നമ്മൾ ഫാമിലി എവിടെയും പോയി താമസിക്കണം. സോ ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങളുടെ എക്സാം സെൻറ്റർ എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു തവണ ചെക്ക് ചെയ്യണം. സോ എക്സാം സെൻറ്റർ ചെക്ക് ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് ഒരുപാട് പ്രോബ്ലംസ് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ആൻഡ് നിങ്ങൾക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പ്ലാൻഡ് ആയിട്ട് കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, ഡീൽ ചെയ്യാൻ പറ്റും. മാത്രമല്ല ഇവിടെ നിങ്ങൾക്ക് എക്സാം ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്, ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രൊവൈഡ് ചെയ്യുന്ന എക്സാം ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കോപ്പി ഡൗൺലോഡ് ചെയ്യാം. നിങ്ങൾക്ക് അതുവഴി നിങ്ങളുടെ എല്ലാ എക്സാം ഇൻസ്ട്രക്ഷൻസും ജസ്റ്റ് റീഡ് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റും. സോ ഈ വീഡിയോയിൽ നമ്മൾ ആക്ച്വലി കവർ ചെയ്യുന്നത് എന്തൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള എക്സാം ഇൻസ്ട്രക്ഷൻസ് എന്നുള്ളതാണ്. സോ വീഡിയോ ഫുള്ളായിട്ടും എന്ത് ചെയ്യുക, എല്ലാവരും നിർബന്ധമായിട്ടും കാണാം. യു വിൽ ഗെറ്റ് ഫുൾ ക്ലാരിറ്റി അബൌട്ട് ഓൾ ദ എക്സാം ഇൻസ്ട്രക്ഷൻ. കംഫർട്ടബിൾ അല്ലേ? ഓക്കെ, നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് എക്സാമിനേഷൻ ഡിസംബർ 2024 എക്സാം ഇൻസ്ട്രക്ഷൻസ് പറഞ്ഞിട്ട് ഇങ്ങനൊരു PDF അവൈലബിൾ ആയിരിക്കും. ഈ PDF ഫസ്റ്റ് പോർഷനെ പറഞ്ഞ് പാർട്ട് എ പറയുന്നത് എ പോർഷൻ ഓഫ് കവർ പേജ് കാൻഡിഡേറ്റ് മസ്റ്റ് ബബിൾ ദ സർക്കിൾ ആൻഡ് റൈറ്റ് ഹിസ് ഓർ ഹെർ റോൾ നമ്പർ, സബ്ജക്ട് കോഡ്, മീഡിയം, ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ, എവറിത്തിങ്. സോ അതായത് നിങ്ങൾക്ക് തരുന്ന എക്സാം ബുക്ക്ലെറ്റ്സിൻ്റെ കവർ പേജ്, സോ ബുക്കിൻ്റെ കവർ പേജ് ഇല്ലേ, ആ കവർ പേജിൽ നിർബന്ധമായിട്ടും നിങ്ങളുടെ റോൾ നമ്പർ, സബ്ജക്ട് കോഡ്, മീഡിയം, ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ, ഇത്തരം കാര്യങ്ങൾ എല്ലതും തന്നെ നിങ്ങൾ ബബിൾ ചെയ്യണം. സോ ബബിൾ ചെയ്യാൻ ഒരു പ്ലേസ് ഉണ്ടായിരിക്കാം, നിങ്ങൾ ബബിൾ ചെയ്യണം. ബബിൾ ചെയ്താൽ മാത്രം പോരാ, നിങ്ങൾ റൈറ്റും ചെയ്യണം, എഴുതും വേണം. സോ ഞാൻ വേണമെങ്കിൽ കവർ പേജിൻ്റെ ഒരു പോസ്റ്റ് ജസ്റ്റ് കാണിച്ചു തരാം. നിങ്ങൾക്ക് എക്സാമിനേഷന് കയറി കഴിഞ്ഞാൽ ഒരു ബുക്ക്ലെറ്റ് തരുമ്പോൾ അതിൻ്റെ കവർ പേജ് ഇങ്ങനെയാണ് ഉണ്ടായിരിക്കുക. ക്ലിയർ അല്ലേ? ആ കവർ പേജിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ കാണാൻ പറ്റും നിങ്ങളുടെ മീഡിയം നിങ്ങൾ ഏതെന്ന് വെച്ചാൽ ഇവിടെ എന്ത് ചെയ്യണം, ബബിൾ ചെയ്യണം. സോ ബബിൾ ചെയ്യണം, ഓക്കെ ഫൈൻ. മാത്രമല്ല നിങ്ങളുടെ സബ്ജക്ട് കോഡ്, അപ്പോൾ സബ്ജക്ട് കോഡ് നിങ്ങളുടെ എന്താ പറയുക ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ടാവും, അത് സബ്ജക്ട് കോഡ് നിങ്ങൾ എന്ത് ചെയ്യണം, ജസ്റ്റ് എന്ത് ചെയ്യണം, മാർക്ക് ചെയ്യണം. അതുപോലെ തന്നെ റോൾ നമ്പർ നിങ്ങൾ എന്ത് ചെയ്യണം, ഇങ്ങനെ ബബിൾ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക, മാർക്ക് ചെയ്യണം, ബബിൾ ചെയ്ത് കൊടുക്കണം. കംഫർട്ടബിൾ ആണല്ലോ? മാത്രമല്ല ഇവിടെ റോൾ നമ്പർ എന്ത് ചെയ്യണം, ഇൻവേർഡ്സിൽ, സബ്ജക്ട് നെയിം ഇൻവേർഡ്സിൽ, ഗ്രൂപ്പ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും ഇങ്ങനെ റൈറ്റ് ചെയ്യണം. അപ്പോൾ രണ്ടെണ്ണം ചെയ്യാനുണ്ട്. ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, ബബിളും ചെയ്യണം, അതേപോലെ തന്നെ എന്തും ചെയ്യണം, ജസ്റ്റ് എഴുതി കൊടുക്കും വേണം. എന്തൊക്കെയാണ്? റോൾ നമ്പർ, സബ്ജക്ട് കോഡ്, മീഡിയം, ഓക്കെ, ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ, ഓക്കെ അല്ലേ? സോ ഇത്രയാണ് പാർട്ട് എ ഓഫ് കവർ പേജ്. അപ്പോൾ കവർ പേജിൻ്റെ പാർട്ട് എ എന്ന് പറഞ്ഞാൽ ഈ ഒരു പോർഷൻ കേട്ടോ. അപ്പം ഇത്രയും പോർഷനാണ് ഇവിടെ ഉള്ളത്. ഇനി പാർട്ട് ബിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് എല്ലാവിധ കൺഫ്യൂഷൻസും അവോയ്ഡ് ചെയ്യാണ്, ക്ലിയർ ആയുള്ള നോട്ടിഫിക്കേഷൻ ആണ്. കാരണം മുമ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട് 15 ക്വസ്റ്റ്യൻസ്, 2 മാർക്കിൻ്റെ 15 ക്വസ്റ്റ്യൻസ് MCQ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. ഈ 15 ക്വസ്റ്റ്യൻസ് MCQ ഉണ്ടാവുന്ന സമയത്ത് ഒരുപാട് കോൺട്രവേഴ്സി ഉണ്ടായിരുന്നു ഈ ടോപ്പിക്കിൽ. കാരണം ഇത് നിങ്ങൾ ജസ്റ്റ് MCQ അല്ലേ, അപ്പോൾ അതുകൊണ്ട് ഓപ്ഷൻസ് ജസ്റ്റ് മാത്രം എഴുതിയാൽ മതിയോ, അല്ലെങ്കിൽ ഓപ്ഷൻ എ ആണെങ്കിൽ ആൻസർ എ എന്ന് എഴുതിയാൽ മതിയോ, അത് ഏന്നും അതിൻ്റെ ആൻസർ മാത്രം എഴുതിയാൽ മതിയോ, അത് ഏന്നും ആൻസറും അതിൻ്റെ ജസ്റ്റിഫിക്കേഷനും വേണോ, ഇങ്ങനത്തെ കുറേ ഡൗട്ട്സ് ഉണ്ട്. അപ്പോൾ ടീച്ചേഴ്സിൻ്റെ അടുത്ത് തന്നെ അങ്ങനത്തെ ഒരു കോൺട്രവേഴ്സി ഉണ്ടായിരുന്നു.
ചിലർ പറഞ്ഞു അത് വേണം, ചിലർ പറഞ്ഞു വേണ്ട. ബട്ട് ദിസ് ടൈം ഇൻസ്റ്റിറ്റ്യൂട്ട് എല്ലാവിധ കാര്യങ്ങളും ക്ലാരിറ്റി പ്രൊവൈഡ് ചെയ്യണേ. ഇൻസ്റ്റിറ്റ്യൂട്ട് പറയണത് നിർബന്ധമായിട്ടും ഒരു തരത്തിലുള്ള ജസ്റ്റിഫിക്കേഷൻ വേണ്ടാന്ന് മാത്രമല്ല, നിങ്ങൾ ആ ആൻസർ എടുത്ത് എഴുതേണ്ട ആവശ്യമില്ല. ഈ കവർ പേജിലെ പാർട്ട് ബിയിൽ അവിടെ വീണ്ടും നിങ്ങളുടെ 15 ക്വസ്റ്റ്യൻ 30 മാർക്കിൻ്റെ, അതായത് 15 × 2 30 മാർക്കിൻ്റെ ഈ ഒരു ഏരിയ നിങ്ങൾക്ക് ബബിൾ ചെയ്യാനായിട്ട് അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് ബ്ലൂ, ഓക്കെ, നിങ്ങൾക്ക് ബ്ലൂ അല്ലെങ്കിൽ ബ്ലാക്ക് പെൻ ഉപയോഗിച്ചിട്ട് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള പ്ലേസിൽ ജസ്റ്റ് ഒന്ന് ബബിൾ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് പാർട്ട് ബി ഓഫ് കവർ പേജ് വരാം. ഇതാണ് പാർട്ട് ബി ഓഫ് കവർ പേജ്. ഇവിടെ കാണാൻ പറ്റും 30 ക്വസ്റ്റ്യൻസ്, 15 ക്വസ്റ്റ്യൻസ് കേട്ടോ, 30 മാർക്കിൻ്റെ 15 ക്വസ്റ്റ്യൻസ് കണ്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 1 to ക്വസ്റ്റ്യൻ നമ്പർ 15 വരെ ഉണ്ട്. നിങ്ങൾ നിങ്ങളുടെ ആൻസർ ഇപ്പോൾ ഓപ്ഷൻ ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ ഓപ്ഷൻ സി ആണ് നിങ്ങളുടെ ആൻസർ എന്നെങ്കിൽ ഒന്നുകിൽ ബ്ലൂ അല്ലെങ്കിൽ ബ്ലാക്ക് പെൻ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ആ ഒരു പോർഷൻ എന്ത് ചെയ്താൽ മതി, ബബിൾ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ബബിൾ ചെയ്യുമ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ആ ഒരു റൗണ്ട് സർക്കിൾ വിട്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, അപ്പുറത്തേക്ക് പോകാൻ പാടില്ല. ഒരു കാരണവശാലും നിങ്ങൾ ബബിൾ കട്ട് ചെയ്യാൻ പാടില്ല. ഒരു കാരണവശാലും 2 സ്ഥലങ്ങളിൽ ബബിൾ ചെയ്യരുത്. നിങ്ങൾ ബബിൾ ചെയ്തിട്ട് ഇങ്ങനെ കട്ട് അതൊന്നും ചെയ്യരുത്. നിങ്ങൾ മേക്ക് ഷുവർ നിങ്ങളുടെ ആൻസർ ഏതാന്നുള്ളതിനെ കുറിച്ച് ഒരു വ്യക്തമായ ധാരണ ഉണ്ടാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റ് പ്ലേസിൽ കറക്റ്റ് പേന ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക, ബബിൾ ചെയ്യാൻ നിങ്ങൾ ചെയ്യേണ്ടത്. പെൻസിലായിട്ട് ബബിൾ ചെയ്യാൻ പറ്റില്ല, പേനായിട്ട് മാത്രം ബബിൾ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ പേനായിട്ട് ബബിൾ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾ ഉറപ്പ് വരുത്തിന് ശേഷം മാത്രം ബബിൾ ചെയ്യുക. ഓർ നിങ്ങൾ തെറ്റായി കഴിഞ്ഞാൽ ഒരു കാരണവശാലും കട്ട് ചെയ്തിട്ട് അടുത്തിൽ ചെയ്യാനോ നിങ്ങളുടെ വേറെ ടെക്നിക്സ് ഒന്നും ഇടാൻ പറ്റില്ല. ബിക്കോസ് ഇതൊന്നും തന്നെ എന്തല്ല, ഒരു കാരണവശാലും ആക്സെപ്റ്റബിൾ അല്ല. കംഫർട്ടബിൾ ആണല്ലോ. അപ്പോൾ പാർട്ട് ബിയിൽ ഈ ഒരു പ്രോബ്ലം അവോയ്ഡ് ചെയ്യണേ. നിങ്ങൾ ഒരു കാരണവശാലും ജസ്റ്റിഫിക്കേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു കാരണവശാലും കണ്ടിന്യൂ ചെയ്ത് വരുന്ന പേജിൽ 1 2 3 4 5 6 അപ് ടു 15 വരെ നിങ്ങൾ ആൻസർ എഴുതേണ്ട ആവശ്യമില്ല. ബബിൾ ചെയ്താൽ മാത്രം മതി. ഇനി ഒരു കുട്ടിക്ക് തെറ്റിച്ച് കഴിഞ്ഞാൽ താഴത്ത് എഴുതാൻ പറ്റുമോ, അതിനെക്കുറിച്ചൊന്നും ക്ലാരിറ്റി ഇല്ല. നിർബന്ധമായിട്ടും ബബിൾ ചെയ്യുമ്പോൾ കൃത്യമായിട്ടും ശ്രദ്ധിച്ചിട്ടും ചെയ്യാം. അത് പിന്നീട് എടുത്ത് എഴുതേണ്ട ആവശ്യമില്ല എന്നും ഇൻസ്റ്റിറ്റ്യൂട്ട് ക്ലിയർ ആയിട്ട് ക്ലാരിഫിക്കേഷൻ തരുന്നുണ്ട്. ബബിൾ ചെയ്താൽ മാത്രം മതി. കംഫർട്ടബിൾ അല്ലേ? സോ അതിനുശേഷം നമുക്ക് കിട്ടുന്ന അടുത്തൊരു പോയിന്റ് ഇവിടെ വരുന്നത് സിഗ്നേച്ചർ ഓഫ് ദ കാൻഡിഡേറ്റ്. സോ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, കാൻഡിഡേറ്റിന്റെ സിഗ്നേച്ചർ ഇടാനുള്ള ഒരു പോർഷൻ ഉണ്ടായിരിക്കാം. സോ ഇതാണ് പോർഷൻ. സോ ഇവിടെ നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, സൈൻ ചെയ്തിരിക്കണം. സോ ഈ ഒരു പോർഷൻ നിങ്ങൾ നിർബന്ധമായിട്ട് സൈൻ ചെയ്യണം. പിന്നെ ഇപ്പുറത്തെ ഒരു പോർഷൻ ഉണ്ട്, ഇത് നിങ്ങളുടെ ഏരിയ അല്ല, നിങ്ങളുടെ ഇൻവിജിലേറ്റർ ആരാന്ന് വെച്ചാൽ അവർ വന്നിട്ട് എന്ത് ചെയ്തോളും, സൈൻ ചെയ്തോളും. ഇതാണ് ഇവിടെ നമുക്ക് നിർബന്ധമായിട്ടും പാർട്ട് എയിലും പാർട്ട് ബി ഓഫ് എന്ത് ആൻസർ ഷീറ്റിൽ നമ്മൾ മനസ്സിലാക്കേണ്ട പോയിന്റ്സുകൾ. അടുത്തൊരു എക്സാം ഇൻസ്ട്രക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എക്സാം മോഡ് ചൂസ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ ലാംഗ്വേജ് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുണ്ടാവും. സോ നിർബന്ധമായിട്ട് നിങ്ങൾ ചൂസ് ചെയ്ത ലാംഗ്വേജ് ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷിൽ മാത്രം എഴുതുക. വേറെ ഒരു ലാംഗ്വേജിലും ഒരു ലെറ്റേഴ്സ് നിങ്ങൾ അവിടെ എഴുതാൻ പാടില്ല. ഇംഗ്ലീഷ് മാത്രമേ എഴുതാൻ പാടുള്ളൂ. സോ നമുക്ക് മലയാളീസ് എല്ലാവരും എന്തായാലും ഇംഗ്ലീഷ് തന്നെ ആയിരിക്കും ചൂസ് ചെയ്തിട്ടുണ്ടാവുക. സോ ഇംഗ്ലീഷിൽ മാത്രം എന്ത് ചെയ്യുക, ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾക്കിപ്പോൾ നിങ്ങൾ ഇരിക്കുന്ന സ്ഥലം അല്ലെങ്കിൽ നിങ്ങൾക്ക് അലോട്ട് ചെയ്ത സീറ്റ് ഉണ്ടാവും, നിങ്ങൾ ആ സീറ്റിൽ മാത്രമേ ഇരിക്കാൻ പാടുള്ളൂ. ഒരു കാരണവശാലും ആ സീറ്റ് മാറിയിരിക്കാൻ പാടില്ല. സോ എന്താണ്, ഇപ്പോൾ എക്സാമിനേഷൻ ഹാൾ അത്ര സ്ട്രിക്റ്റ് അല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് തോന്നിയ സ്ഥലങ്ങളിലേക്കോ ഫ്രണ്ട് സർക്കിളിലേക്ക് അങ്ങനെയൊന്നും എന്താണ് നീങ്ങിയിരിക്കാനൊന്നും പാടില്ല. ഈവൺ അവർ കറക്റ്റായിട്ട് നോക്കുന്നില്ലെങ്കിൽ പോലും അങ്ങനെ ഇരിക്കാൻ പാടില്ല. നിങ്ങൾ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ എക്സാം അവർക്ക് വേണമെങ്കിൽ ഈസിലി എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്യാൻ പറ്റും. സോ അത്തരം കാര്യങ്ങളൊക്കെ എല്ലാവരും എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. അടുത്തൊരു പോയിന്റ് ഉള്ളത് ഇങ്ങനെയാണ്, നമ്മളുടെ ഓൾറെഡി കഴിഞ്ഞ എക്സാമിനേഷനിൽ കുട്ടികൾക്ക് എന്ത് കിട്ടിയിട്ടുണ്ടാവും, എക്സംഷൻ കിട്ടിയിട്ടുണ്ടാവും. ഇപ്പൊ കഴിഞ്ഞ എക്സാമിനേഷനിൽ FAയിൽ എക്സംഷൻ കിട്ടിയ ഒരു കുട്ടിയാണ് ഈ എക്സാമിന് പോകുന്നതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ആദ്യത്തെ കാര്യം, കഴിഞ്ഞ എക്സാമിന് കിട്ടിയിട്ടുള്ള എക്സംഷൻ എങ്ങനെയാണ് ക്ലെയിം ചെയ്യുക എന്നുള്ളതാണ്. സോ കഴിഞ്ഞ എക്സാമിന് കിട്ടിയിട്ടുള്ള എക്സംഷൻ ക്ലെയിം ചെയ്യാൻ മക്കൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഈ എക്സാം പോയി അറ്റൻഡ് ചെയ്യാതിരുന്നാൽ മാത്രം മതി. സോ നിങ്ങൾക്ക് ഓൾറെഡി ഒരു പേപ്പറിൽ എക്സംഷൻ ഉണ്ടെങ്കിൽ എക്സംഷൻ അവൈൽ ചെയ്യാൻ വേണ്ടി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഒറ്റ കാര്യം മാത്രം, അടുത്ത എക്സാമിനേഷനിൽ പോണ സമയത്ത് നിങ്ങൾ ഒരു കാരണവശാലും ആ എക്സാം പോയിട്ട് അറ്റൻഡ് ചെയ്യരുത്. ഇഫ് നിങ്ങൾ അറിയാതെയോ അറിഞ്ഞിട്ടോ ആ എക്സാം പോയിട്ട് അറ്റൻഡ് ചെയ്താൽ നിങ്ങളുടെ എക്സംഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഗ്രാൻഡ് ചെയ്തത് വിഡ്രോ ചെയ്യും, ഓട്ടോമാറ്റിക്കലി വിഡ്രോ ചെയ്യും. അത് ആ എക്സാമിൽ പിന്നെ നിങ്ങൾക്ക് എന്ത് മാർക്കാണോ കിട്ടിയത് ആ മാർക്കാണ് പിന്നെ എന്ത് ചെയ്യുക, അവിടെ സബ്മിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ആ മാർക്കാണ് പിന്നെ റിവീൽ ചെയ്യുക. അതുകൊണ്ട് നിങ്ങൾക്ക് എക്സംഷൻ കിട്ടിയിട്ടുണ്ട്, നിങ്ങൾക്ക് ആ എക്സംഷൻ വേണമെന്നുണ്ടെങ്കിൽ കമ്മിങ് അറ്റംപ്റ്റിൽ പോയിട്ട് ആ എക്സാം എഴുതാതിരിക്കുക. ദാറ്റ് ഇസ് ഓൺലി വേ ടു ക്ലെയിം യുവർ എക്സംഷൻ. കംഫർട്ടബിൾ? പിന്നെ അടുത്ത പോയിന്റ്, സാധാരണ പോയിന്റിന്റെ അഡ്മിറ്റ് കാർഡ് ഇൻവിജിലേറ്റർ ചോദിക്കുന്ന സമയത്ത് എന്തെങ്കിലും കാണിച്ചു കൊടുക്കണം. പിന്നെ ഓക്കെ, ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ, മുമ്പോട്ടേക്ക് പോയേക്കാം. പിന്നെ നെയിം, രജിസ്ട്രേഷൻ നമ്പർ, ലോൺ നമ്പർ, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഈ പറഞ്ഞിട്ടുള്ള ഈ സ്ഥലങ്ങളിലല്ലാതെ മറ്റൊരു സ്ഥലങ്ങളിലും കാണാൻ പാടില്ല. സോ മക്കൾ ആരും തന്നെ നിങ്ങളുടെ പേരോ രജിസ്ട്രേഷൻ നമ്പറോ റോൾ നമ്പറോ മറ്റെന്തെങ്കിലും സൈനോ എന്തെങ്കിലും ഫോൺ നമ്പർ ഒരു കാര്യങ്ങളും നിങ്ങളുടെ ആ ഒരു ഫ്രണ്ട് ഫേഷ്യലല്ലാതെ വേറെ ഒരു സ്ഥലത്ത് പോലും എന്ത് ചെയ്യാൻ പാടില്ല, എഴുതാൻ പാടില്ല. അടുത്ത എക്സാമിനേഷൻ ഹാള് നിങ്ങൾക്ക് ഒരു 15 മിനിറ്റ് മുമ്പേ നിങ്ങൾക്ക് എന്തെങ്കിലേക്ക് എൻ്റർ ചെയ്യാം, ക്വസ്റ്റ്യൻ റീഡ് ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ
പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഉണ്ട്, കാൻഡിഡേറ്റ് ഷുഡ് ക്യാരി വിത്ത് ദം അഡ്മിറ്റ് കാർഡ്. പ്ലീസ് എൻഷുർ ദാറ്റ് നത്തിങ് ഈസ് റിട്ടൺ ഓൺ കാൻഡിഡേറ്റ്സ് ഓൺ അഡ്മിറ്റ് കാർഡ്. ഒന്നും എഴുതാൻ പാടില്ല. പിന്നെ സ്റ്റുഡൻസ് ഐഡന്റിറ്റി കാർഡോ അല്ലെങ്കിൽ വോട്ടർ ഐ ഡി കാർഡോ ഡ്രൈവിംഗ് ലൈസൻസോ പാസ്പോർട്ടോ ആധാർ കാർഡോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കയ്യിൽ വെക്കുന്നത് നല്ലതാണ്. കാരണം അവിടുന്ന് വരുന്ന ഇൻവിജിലേറ്റർ നിങ്ങളെടുത്ത് നിങ്ങളുടെ വോട്ടർ ഐ ഡി കാർഡ് ഏതെങ്കിലും ഒരു പ്രൂഫ് കാണിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു സോളിഡ് വാലിഡ് പ്രൂഫ് നിങ്ങളുടെ കയ്യിലുള്ളത് നന്നായിരിക്കും. നിങ്ങൾക്ക് ജസ്റ്റ് അത് കാണിച്ചെടുക്കാൻ പറ്റും. സോ മേക്ക് ഷുവർ നിങ്ങൾക്ക് ആ ഒരു അലിഗേഷൻ അല്ലെങ്കിൽ ആ ഒരു ടൈം സ്പാൻ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് എന്തെങ്കിലും ഒരു ലൈസൻസോ എന്തെങ്കിലും വോട്ടർ ഐ ഡിയോ എന്തെങ്കിലും ആധാർ കാർഡോ അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും സാധനം എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് ക്യാരി ചെയ്ത് നന്നായിരിക്കും. സോ നിങ്ങൾക്ക് പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ എന്താ പറയുക സ്റ്റുഡൻസ് ഐ ഡി കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മതി, അതെങ്കിലും മതി, എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാവണം. ദാറ്റ്സ് ഇറ്റ്. പിന്നെ ഇവിടെ ഇങ്ങനെ പറയുന്നുണ്ട് കാൻഡിഡേറ്റ്സ് എന്ത് ചെയ്യണം, അവിടെ എക്സാമിനേഷൻ സെൻറ്റർ ഏതാണെന്ന് വെച്ചാൽ ജസ്റ്റ് ആ എക്സാമിനേഷൻ സെൻറ്റർ എക്സാമിൻ്റെ മുമ്പ് ഒന്ന് വിസിറ്റ് ചെയ്യുന്നത് നല്ലതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാന്നുള്ളത് ഞാൻ ഈ വീഡിയോ തുടക്കത്തിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അവിടെ പോയി വിസിറ്റ് ചെയ്യണമെന്ന് ഇപ്പോൾ നിർബന്ധമൊന്നുമില്ല. നമുക്ക് ജസ്റ്റ് ഗൂഗിൾ മാപ്പ് ഇട്ട് കഴിഞ്ഞാൽ അറിയാൻ പറ്റും എത്ര ഡിസ്റ്റൻസ് ഉണ്ട്, എത്ര കിലോമീറ്റേഴ്സ് ഉണ്ട്, ഏത് റൂട്ട് എടുക്കണം, നിങ്ങൾ വണ്ടിയിലോ ബൈക്കിലോ കാറിലോ പോകണോ അതോ ബസ് പോകണോ, ബസ് റൂട്ട് ഉണ്ടോ, അങ്ങനത്തെ എല്ലാ വിഷയങ്ങളും നിങ്ങൾക്ക് അന്വേഷിക്കാൻ പറ്റും. അത് വിഷയമുള്ള കാര്യമില്ല. സോ നിങ്ങൾക്ക് പോകണമെങ്കിൽ ഒന്ന് പോയി കണ്ടിട്ട് എക്സാം സെൻറ്റർ ഒക്കെ ഒന്ന് കണ്ടിട്ട് പോരുക, അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പക്ഷേ ഈ ഒരു ലാസ്റ്റ് മിനിറ്റിൽ അതിനൊന്നും നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. സോ സിമ്പിൾ ലൈഫ്. പിന്നെ അടുത്തൊരു പോയിന്റ്, നമ്മൾ ക്ലാസ്സിലേക്ക് നേരം വൈകി വരുന്ന പോലെ എക്സാമിനേഷൻ ഹാളിലേക്ക് നേരം വൈകി വരരുത്. നിങ്ങൾ ഹാഫ് ആൻ അവർ നേരം വൈകി വരികയാണെങ്കിൽ പിന്നെ എക്സാം ഹാളിലേക്ക് നിങ്ങൾ ഒരു കാരണവശാലും അവർ കേട്ടത്തില്ല. സോ ഹാഫ് ആൻ അവറിനുള്ളിൽ വന്നാൽ കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ ഹാഫ് ആൻ അവർ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും നിങ്ങൾ എക്സാം ഹോളിലേക്ക് അവർ കേട്ടേയില്ല. ഹാഫ് ആൻ അവർ എന്നല്ല, നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചൊരു എക്സാമിനേഷന് പോകുമല്ലേ, കുറച്ച് നേരത്തെ ഇറങ്ങുക ഡേയ്സിൽ ആ ദിവസങ്ങളിലൊക്കെ. എന്നിട്ട് കുറച്ചൊരു 15 20 ഒരു അരമണിക്കൂർ മുമ്പ് എത്തിയാലും സന്തോഷമായിട്ട് സമാധാനമായിട്ട് അടിക്കുക എന്നല്ലാതെ ഒരു കാരണവശാലും ആ ഒരു ലാസ്റ്റ് മിനിറ്റ് റഷ് എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം. അതിനാരും നിൽക്കരുത്. മാത്രമല്ല എക്സാം ഹോളിൽ പോയിട്ട് അരമണിക്കൂർ 1 മണിക്കൂറിന് എക്സാമിന് ഇറങ്ങി വരാൻ പറ്റില്ല. സോ ഒരു 2 മണിക്കൂർ കഴിയാതെ ഒരു കാരണവശാലും ആർക്കും എക്സാം ഹാളിൽ നിന്നും ലീവ് ചെയ്യാൻ പറ്റില്ല. ഫസ്റ്റ് 2 അവേഴ്സിന് ശേഷം മാത്രമാണ് ലീവ് ചെയ്യുക. സോ അതിനെക്കുറിച്ച് ആരും ചിന്തിക്കല്ലേ. 100 മാർക്കിന് എഴുതി സമാധാനപരമായി ആ പറഞ്ഞ 3 മണിക്കൂർ എത്ര ടൈമാണോ അവർ തരിക അത് മൊത്തം കൺസ്യൂം ചെയ്ത് ആ ലാസ്റ്റ് എന്തെങ്കിലും കൂൾ ഓഫ് എന്ത് ടൈം തന്നാൽ അത് മൊത്തം ഉപയോഗിച്ചിട്ട് നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയാൽ മതിയല്ല. നേരത്തെ ആരും എന്ത് ചെയ്യണ്ട, എക്സാം ഹോളിൽ നിന്ന് ഇറങ്ങണ്ട. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് വേറെ പണിയൊന്നുമില്ല. അതൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ ഇവർ പറഞ്ഞൊരു പോയിന്റാണ്, നമ്മൾ ഒരു കാരണവശാലും നിങ്ങളുടെ എക്സാം സെൻറ്റർ ഇനി മാറ്റാൻ പറ്റില്ല. നിങ്ങൾക്ക് ഏത് എക്സാം സെൻറ്റർ ആണോ കിട്ടിയെങ്കിൽ അവിടെ തന്നെ പോയി എക്സാം എഴുതണം. അത് എത്ര ഫാർ അവേ ഫ്രം യുവർ ഹോം, മേ ബി എത്ര തന്നെ കിലോമീറ്റേഴ്സ് അവേ ആണോ, ഒരു കാരണവശാലും ഒന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ട്രാവൽ ചെയ്യുക, അവിടെ പോയിട്ട് എഴുതുക. നിയർ ബൈ ഉള്ള എക്സാം സെൻറ്ററിൽ പോയിട്ട് എൻ്റെ എക്സാം സെൻറ്റർ അവിടെയാണ് ഇത് അങ്ങനത്തെ ഡ്രാമ ഒന്നും ആരും ഇറക്കാൻ നിൽക്കണ്ട. അതൊന്നും ഇൻസ്റ്റിറ്റ്യൂട്ട് എൻ്റർടൈൻ ചെയ്യില്ലാന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രത്യേകിച്ച് പറഞ്ഞാൽ ഒന്നും ഇവിടെ എന്ത് ചെയ്യില്ല, എൻ്റർടൈൻ ചെയ്യില്ല. തൊട്ട് അത് ആ പരിപാടിയൊന്നും ആരും ചെയ്യരുതെന്ന് എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എല്ലാവരും എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് അടുത്തൊരു പോയിന്റ്, നിങ്ങളിപ്പോൾ ഈ ബബ്ലിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ബാക്കിയുള്ളത് എന്ത് ചെയ്യുക, റൈറ്റിംഗ് എക്സാംസിലേക്ക് പോവാം. നിങ്ങൾ എക്സാംസ് എഴുതിക്കുന്ന ബുക്ക്ലെറ്റ് അല്ലേ, അപ്പോൾ ഒരുപാട് പേജസ് ഉണ്ടാവാം. അപ്പോൾ അതിൽ എല്ലാ സൈഡും എഴുതി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അഡീഷണൽ ഷീറ്റിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, കോൾ ചെയ്യാം. അത് ഫുൾ എഴുതിയതിന് ശേഷം നിങ്ങൾക്ക് അഡീഷണൽ ഷീറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് അഡീഷണൽ ഷീറ്റ് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. പിന്നെ അടുത്തൊരു പോയിന്റ്, വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, നിങ്ങൾക്ക് ഒരു കാരണവശാലും എക്സാം ഹാളിൽ നിങ്ങളുടെ കൈകളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ഒരിക്കലും ക്യാരി ചെയ്യാൻ പറ്റില്ല നിങ്ങളുടെ മൊബൈൽ ഫോണ്, ഡിജിറ്റൽ ഡയറി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് ഡിവൈസസ് മറ്റെന്തെങ്കിലും ഒരു കാരണവശാലും ഇങ്ങനത്തെ കാര്യങ്ങളായിട്ടൊന്നും എങ്ങോട്ട് പോകരുത്, എക്സാം ഹാളിലേക്ക് പോകരുത്. നിങ്ങൾക്ക് അതൊക്കെ നിങ്ങളുടെ ബാഗിൽ വെച്ച് പുറമെ എവിടെയെങ്കിലും കീപ്പ് ചെയ്യണമെങ്കിൽ കീപ്പ് ചെയ്യാം. പക്ഷെ ഹാളിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു സംഭവങ്ങൾ എടുത്തിട്ട് എന്ത് ചെയ്യരുത്, ഹാളിലേക്ക് പോകാൻ പാടില്ല. പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ, ബുക്ക് കോപ്പി അത് ഇത് ചക്ക മാങ്ങ തേങ്ങ അതൊന്നും നടക്കുന്ന കാര്യമല്ല. അതിട്ടൊന്നും ആരും എന്ത് ചെയ്യരുത്, എക്സാം ഹാളിലേക്ക് പോകാൻ പാടില്ല. പിന്നെ ഇവിടെ നമുക്ക് എക്സാം ഹാളിൽ നമുക്ക് എന്തൊക്കെയാണ് കൊണ്ടുപോകാൻ പറ്റുക എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. നമുക്ക് എക്സാം ഹാളിൽ കൊണ്ടുപോകാൻ പറ്റിയുള്ള സ്റ്റേഷനറി ഐറ്റംസ് ഉണ്ട്. ആ സ്റ്റേഷനറി ഐറ്റംസ് എന്തൊക്കെയാണെന്ന് വ്യക്തമായിട്ട് പറഞ്ഞുതരാം. ഒന്ന് പേൻ എടുക്കുക, പെൻസിൽ കൊണ്ടുപോവുക, എറേസർ കൊണ്ടുപോവുക, പിന്നെ ഓർഡിനറി നോൺ പ്രോഗ്രാമബിൾ നോട്ട് സയൻറ്റിഫിക് ആയിട്ടുള്ള കാൽക്കുലേറ്റർ കേട്ടോ. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന കാസിയോ DJ120 240 MJ അതൊക്കെ നിങ്ങൾ കൊണ്ടുപോവാം. പക്ഷേ നോൺ പ്രോഗ്രാമബിൾ അതുപോലെ തന്നെ നോട്ട് സയൻറ്റിഫിക് കേട്ടോ. സയൻറ്റിഫിക് കാൽക്കുലേറ്റർ എക്സാം ഹാളിൽ എന്തല്ല അലൗഡ് അല്ല. അപ്പോൾ അതായിട്ട് ആരും എന്ത് ചെയ്യാൻ പാടില്ല, എക്സാം ഹാളിലേക്ക് പോകാൻ പാടില്ല. അത് അവിടെ ആക്സെപ്റ്റ് ചെയ്യില്ല, അത് യൂസ് ചെയ്യാൻ പറ്റില്ല. സോ മേക്ക് ഷുവർ നിങ്ങളുടെ കയ്യിൽ നല്ല പറഞ്ഞിട്ടുള്ള അലൗഡ് ആയിട്ടുള്ള കാൽക്കുലേറ്റർ ഉണ്ട് എന്നുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്കെയില് ആൻഡ് അതർ റിക്വസിറ്റ് ട്രാൻസിഷൻ ഫ്രം സ്റ്റേഷനറി ഐറ്റം നെസറി റൈറ്റിംഗ് എഴുതാൻ വായിച്ചു. പക്ഷേ സ്കെയില് പെൻസിൽ അങ്ങനത്തെ സാധനം കൊണ്ടുപോകും, അതൊന്നും പ്രശ്നമുള്ള കാര്യമില്ല. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ട്രാൻസ്പെറൻറ്റ് വാട്ടർ ബോട്ടിൽ നിങ്ങൾക്ക് വെള്ളം വേണമെങ്കിൽ കൊണ്ടുപോകാം. ട്രാൻസ്പെറൻറ്റ് വാട്ടർ ബോട്ടിലായിരിക്കണം. ട്രാൻസ്പെറൻറ്റ് വാട്ടർ ബോട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ വെള്ളക്കുപ്പി അങ്ങനെയൊന്നും കണ്ടാൽ മതി, വേറെ മനസ്സിലായോ, കവർ ചെയ്ത് വേറെ വലിയ ഗിമ്മിക്കുള്ള അതൊന്നും പോസിബിൾ അല്ല. സാധാരണ നല്ല വാട്ടർ ബോട്ടിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, കൊണ്ടുപോകാം, പ്രശ്നമൊന്നുമില്ല.
പിന്നെ ട്രാൻസ്പെറൻറ്റ് എക്സാമിനേഷൻ ബോർഡ് കൊണ്ട് ഉദ്ദേശിച്ചത് ഇതാണ്. ഇപ്പോൾ നമ്മൾ എഴുതുന്ന ബെഞ്ച് ജസ്റ്റ് ഇങ്ങനെ പൊട്ടി പൊളിഞ്ഞ ബെഞ്ചൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ ഒരു എക്സാമിനേഷൻ ബോർഡില്ലേ, പണ്ടൊക്കെ സ്കൂളിലൊക്കെ പോകുമ്പോൾ ഉണ്ടായത് എക്സാമിനേഷൻ ബോർഡ്, എടാ പേപ്പറൊക്കെ വെക്കുന്ന ഒരു ബോർഡിലടാ, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, കൊണ്ടുപോകാം. ട്രാൻസ്പെറൻറ്റ് ആയിരിക്കണം മാത്രം. ട്രാൻസ്പെറൻറ്റ് ആയിരിക്കണം എന്ന് പറഞ്ഞാൽ ഒരു പ്ലെയിൻ ആയിരിക്കണം, അതിൽ ഭയങ്കര ഗിമ്മിക്സും കുറേ പേജൊക്കെ ഒളിപ്പിക്കാൻ പറ്റിയ അതൊന്നും പറ്റില്ല, ജസ്റ്റ് പ്ലെയിൻ ആയിരിക്കും, അത്ര മാത്രമേ ഉള്ളൂ. പിന്നെ വാച്ച് ട്ടോ, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. വാച്ച് നിങ്ങൾക്ക് ധരിക്കുക, പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഒരു കാരണവശാലും വിച്ച് ഷുഡ് നോട്ട് ഹാവ് എനി ഫീച്ചർ എക്സെപ്റ്റ് ഡിസ്പ്ലേ ടൈം, ഡേ ആൻഡ് ഡേറ്റ്. അതായത് ആ വാച്ചിൽ ആകെ ഉണ്ടാവേണ്ട ഫീച്ചർ എന്ന് പറഞ്ഞാൽ ടൈം കാണിക്കും, ഡേറ്റ് കാണിക്കാം, അതേപോലെ തന്നെ ഇത് കാണിക്കാം, വേറൊരു സംഭവം ഉണ്ടാകാൻ പാടില്ല. അതായത് നമ്മുടെ ഡിജിറ്റൽ സ്മാർട്ട് വാച്ചുകളില്ലേ, സ്മാർട്ട് വാച്ചുകളൊന്നും എക്സാം ഹോളിൽ അലൗഡ് അല്ല. ആ ഒരു സ്മാർട്ട് വാച്ച് ആയിട്ട് എങ്ങോട്ട് പോകണ്ട, എക്സാം ഹോളിൽ പോകണ്ട, അത് അവിടെ ആക്സെപ്റ്റബിൾ അല്ല. നിങ്ങൾ കൊണ്ടുപോയിക്കോളി, കുഴപ്പമില്ല, അയച്ചു കൊടുത്താൽ മതി, വേറെ ഇഷ്യൂസും കാരണമൊന്നുമില്ല. പിന്നെ പ്രത്യേകിച്ച് ഒന്നുമില്ല, ഇത്രയൊക്കെ തന്നെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഓൾമോസ്റ്റ് എല്ലാ പോയിന്റ്സും ആയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. സോ എന്താണ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് പറഞ്ഞിട്ടുള്ള ഈ എല്ലാ പോയിന്റ്സും മനസ്സിൽ വെക്കുക, ഇതൊക്കെ മനസ്സിലാക്കി നല്ല വൃത്തിക്ക് എക്സാമിൽ പോവാം. ലാസ്റ്റ് ഡേയ്സ് സ്ട്രാറ്റജി വീഡിയോ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്. സോ ഹാപ്പി ലേണിംഗ്, ബൈ.